തൃശൂർ നഗരിയിൽ ഇതാ അങ്ങിങ്ങായി പലയിടങ്ങളിൽ നിന്നും പുലികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ പുലിമടയിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയ പുലികളെല്ലാം ഒരുമിച്ച് ശക്തന്റെ തട്ടകത്തിലേക്ക് റൗണ്ടിലേക്ക് എത്തിച്ചേരാനുള്ള നിമിഷത്തിലേക്കാണ് കാത്തിരിപ്പ്. എന്തായാലും ആവേശകരമായിട്ടുള്ള പുലിക്കളി അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് അതിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഓരോ പുലിയും അങ്ങനെ കുടവയർ കുലുക്കി അരമണി കിലുക്കി ഓരോ ചുവടും വെച്ച് കൊണ്ടുവരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പല തരത്തിലുള്ള പുലികൾ കാണാൻ തന്നെ എത്രമാത്രം മനോഹരമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ, ഞങ്ങളുടെ പുലിക്കുട്ടികളായ പുലികളായിട്ടുള്ള റിപ്പോർട്ടർമാരൊക്കെ അവിടെ ഉണ്ട്. ഈ പുലിവർണ്ണന അത് ആംഗ്യ ഭാഷയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിനയചന്ദ്രനുമുണ്ട്. അപ്പോൾ ആദ്യം ശ്യാമപ്രസാദിലേക്കാണ്. ശ്യാം, പല തരത്തിൽ പല വർണ്ണത്തിൽ പല രൂപത്തിലുള്ള പുലികളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പല സൈസിലുള്ളവരുണ്ട്. എന്തൊക്കെയാണ് ഓരോ പുലിക്കൂട്ടത്തിന്റെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? എപ്പോഴാണ് ഇവര് നടന്നു തുടങ്ങിയോ? ശ്യാം, ഇപ്പോൾ ഏത് ദേശക്കാർക്കൊപ്പമാണുള്ളത്? ഞാനിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള വിയൂർ ദേശത്തിനൊപ്പമാണുള്ളത്. വിയൂർ ദേശം അങ്ങനെ അവരുടെ ആദ്യ നാളികേരം ഉടച്ച് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഇതാ ലോറിയിലേറി അവർ ആ തേക്കിൻകാട് മൈതാനിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. അതായത് ഇനി അവർക്ക് ആകെയുള്ളത് ആ തേക്കിൻകാട് മൈതാനിയിൽ ആ പുലിക്കളിയാണ്. ആ പുലിക്കളി അവർ കളിച്ച് ഇക്കുറി കപ്പടിക്കും എന്ന വിശ്വാസത്തോടു കൂടി അവരങ്ങനെ നീങ്ങുകയാണ്. അതിമനോഹരമായി നാട്ടുകാർ അവരെ യാത്രയാക്കി വിടുന്ന ആ കാഴ്ച. ഇനി ഈ പുലിക്കൂട്ടങ്ങൾ ചെന്ന് ഇറങ്ങുക തേക്കിൻകാട് മൈതാനിയിലേക്കായിരിക്കും. ആദ്യത്തെ ഫ്ലൂറസിന്റെ പുലി തൊട്ട് അതെ ഇനി രണ്ടാം വർഷം വീണ്ടും ആദ്യ നാളികേരോടെ തീർച്ചയായിട്ടും 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 അങ്ങനെ അവരിതാ നീങ്ങുകയാണ് ആ തേക്കിൻകാട് മൈതാനിയിലേക്ക്. ആദ്യത്തെ പുലിക്കുട്ടികൾ പുലിസംഘം വിയൂരിൽ നിന്നും അങ്ങനെ തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒരു ആവേശം. ആ ആവേശമാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്ത് അതായത് പോയി കപ്പു അടിച്ച് വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിയൂരുകാർ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇവരെ അയച്ചിരിക്കുന്നത്. എന്തായാലും അത്രയേറെ മനോഹരമായ രീതിയിൽ ഇവിടെ ഒരു മിനിറ്റ് നേരം ഇവിടെ ചുവട് വെച്ച ശേഷമാണ് ഇവർ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. അവിടെ ഇനി എന്തൊക്കെയാണ് സസ്പെൻസ് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ പുലിവാലും അതോടൊപ്പം തന്നെ ഈ പുലിപ്പാതുകവും ഒക്കെ ആദ്യമായിട്ട് പരീക്ഷിച്ച ആളുകളാണ് ഈ വിയൂരുകാർ. അങ്ങനെ വിയൂരുകാർക്ക് ഒരുപാട് സസ്പെൻസുകൾ കണ്ടില്ലേ, ഓരോരോ സസ്പെൻസുകൾ ഇങ്ങനെ വിയൂരുകാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പേരെന്താ? സുനിൽ. പ്രാവശ്യം എങ്ങനെയാണ് കപ്പടിക്കൂ? പിന്നെ അതിനല്ലേ ഇത്ര കഷ്ടപ്പെടുന്നത്. എന്തായാലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ രൂപങ്ങൾ ഈ പുലിക്കളിക്കൊപ്പം നീങ്ങുന്നു എന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഇത് കാണുവാൻ വേണ്ടി എത്തി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ രസിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെയാണ് ഇവിടെ നിന്ന് ഈ പുലിക്കൂട്ടങ്ങൾ കടന്നു പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പുറത്തു നിന്ന് ഈ ടെലിവിഷനിൽ നിന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ ഈ പുലിക്കൂട്ടുകൾക്കൊപ്പം ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ തോന്നും. അത്രയേറെ മനോഹരമാണ്. ആ കൊച്ചു കുട്ടിക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്ന മനോഹരമായ കാഴ്ച. അങ്ങനെ പുലികൾ കുട്ടികളെ പോലും കളിപ്പിക്കുന്ന ഒരു കാഴ്ച അത് നമുക്ക് തൃശ്ശൂരെ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാഴ്ചകൾ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വിയൂരുകാരെ ആ വിയൂർ ദേശം മൈതാനിയിലേക്ക് അലിഞ്ഞു ചേർന്നതാണ് പുലിയോടുള്ള സ്നേഹവും പുലിക്കളിയോടുള്ള ആവേശവും എന്നൊക്കെ പറയുന്നത്. തീരെ കുഞ്ഞു മക്കളെ പോലെ മക്കളെ വരെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഇതാ കാണുന്നുണ്ട്, കുഞ്ഞു കുട്ടികൾ വരെ പുലിച്ചുവടുകളുമായി പുലിയുടെ രൂപത്തിൽ പുലിയുടെ പെയിന്റ്, അത് എത്ര മണിക്കൂർ വേണ്ടതാണ് ആ പെയിന്റിംഗ് ഒക്കെ നമുക്കറിയാം. അവരിങ്ങനെ കടന്നു വരികയാണ്. നേരത്തെ ലോറിയിൽ പോയൊരു കൂട്ടരെ നമ്മൾ കണ്ടു. അപ്പോൾ ഏറെ പെരുമ, പുലിക്കളിയിൽ ഏറെ പെരുമയുള്ള വിയൂർ ദേശത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ശ്യാമപ്രസാദ് പകർന്നു നൽകിയതിന്